ഇപ്പൊ ഒന്നല്ല 2 ഗിഫ്റ്റ് കിട്ടും. നീ സൈക്കിളിൽ നിന്ന് വീണ ബ്രോ? മാമനാ? ഏത് മാമൻ? എങ്ങനെയെന്ന് സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോക്കകത്ത് കണ്ട ഈ 2 കൈകൾ ഒടിഞ്ഞിരിക്കുന്ന ഈ ഒരു പൊടിക്കുഞ്ഞ്, 1.5 വയസ്സുള്ള ഈ പൊടിക്കുഞ്ഞ് ഇന്ന് ഭൂമിയിലില്ല. നിങ്ങളെല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞോ? നമ്മളെ രാജ്യം ഇന്ത്യ ആയതുകൊണ്ടാണ് നമ്മളെ ഈ രാജ്യത്ത് ഇങ്ങനത്തെ വൃത്തിയായിട്ട സംഭവങ്ങൾ കുറെ ഉണ്ടാവുന്നത്. ഇതിപ്പോൾ 1 അല്ല 2 അല്ല കുറേ ആയി. ഇവളെ കാമുകനുമായിട്ട് ഇറങ്ങിപ്പോയപ്പോൾ, ഈ വൃത്തിയായിട്ടവളെ അവളെ കാമുകനുമായിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഇവളെ അമ്മ ചോദിച്ചതാണ്, ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നൂടെ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഇവള് കൊടുത്തില്ല. ഇവള് കൊണ്ടുപോയി അവളെ കാമുകനുമായിട്ട് സിഗരറ്റ് വരെ വെച്ച് കുഞ്ഞിനെ പൊള്ളിച്ച് ക്രൂരമായി പീഡിപ്പിച്ച് ഇന്ന് ഈ കുഞ്ഞ് ഭൂമിയിലില്ല. ആ ഒരു 1.5 വയസ്സ് പ്രായമുള്ള ആ ഒരു കൊച്ച് എന്ത് തെറ്റാണ് ഇവരോട് ചെയ്തത്? എങ്ങനെ മനസ്സ് വന്നു ഈ ഒരു പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലാൻ? ഈ 2 ക്രിമിനൽസിന്, ഇവനിക്കും പരമാവധി തൂക്കുകയറ് കിട്ടാൻ മാത്രമാണ് ഞാനടക്കമുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അല്ലെന്ന് എനിക്കറിയാം. ഈ 2 ക്രിമിനൽസിനെയും ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് പീഡിപ്പിച്ച് വേദനിപ്പിച്ച് ആ കുഞ്ഞ് അനുഭവിച്ചതിൻ്റെ അതിലും അപ്പുറം വേദനിപ്പിച്ച് കൊല്ലുന്നത് ജനങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു കൊടുക്കണം. ലൈവായിട്ട് വാർത്തയിൽ ന്യൂസിലൊക്കെ ആയിട്ട് ലൈവായിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ജനങ്ങൾക്ക് കുറച്ചെങ്കിലും സമാധാനമാവും. അല്ലെങ്കിൽ ഈ 2 ക്രിമിനൽസിനെയും ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ജനങ്ങൾ ഇവരെ ഒരു പൊടി പോലും ഇല്ലാതെ ഓരോ സ്ഥലങ്ങളും വലിച്ചു കീറി കൊല്ലും. ഈ പിഞ്ചു കുഞ്ഞിനെ കൊന്ന ഇവർക്ക് 2 പേർക്ക്, ഈ 2 ക്രിമിനൽസിനും പരമാവധി തൂക്കുകയർ മാത്രം കിട്ടണം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? പറയും.